ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ പൂണൂര് വരാൻ കാരണം തന്നെ അവിടെ ഞാനൊരിക്കലും പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റിലേക്ക് പോയപ്പോൾ പൂണൂര് ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കാണുകയും അപ്പോൾ ഈ പൂണൂര് അമ്പലത്തിൽ പോകാമെന്ന ഇച്ഛ വരികയും ചെയ്തു. കാരണം പൂണൂർ മഹാദേവ ശിവക്ഷേത്രം നല്ല പാടശേഖരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന മൂവാറ്റുപുഴയാണെന്ന് എനിക്ക് തോന്നണേ. മൂവാറ്റുപുഴ അല്ലപ്പറ. അങ്ങനെയാണ് പൂണൂര് ഈ വരാൻ കാരണം. പൂണൂര് ഈ ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ അന്ന് അതിൻ്റെ പൗലോസേട്ടൻ്റെ വീടെടുത്ത ശേഷം ഡെയിലി അല്ലേ എന്നും പൂവൊക്കെ പറിച്ച് തുളസിയൊക്കെ പൂ പറിച്ച് രാവിലെ ശിവക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ഭയങ്കര ഭക്തിയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും ഭക്തി അങ്ങനെ തന്നെയാണ്. ആദ്യ ക്ഷേത്രഭക്തി തന്നെയാണ് നമ്മളുടെയും മറ്റുള്ളവരുടെയും. പക്ഷേ ഈ ക്ഷേത്രഭക്തി, ഈ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതെന്താണെന്ന് അറിയിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയും കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം അതാണ്, ഈ ക്ഷേത്രം എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ. അവിടെ ഇപ്പോഴും ഈ പൂണൂരമ്പലത്തിൽ എന്താണ് ഈ ക്ഷേത്രം എന്നുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു കാര്യങ്ങൾ പോലും അവർക്കാർക്കും അറിയില്ല. എന്താണ് ഈ ക്ഷേത്രം എന്ന് അതിൻ്റെ തെളിവായിട്ട് പറയാം. ഇവിടെ ഉത്സവം നടക്കുമ്പോൾ പലരും ആരാധ്യ പേര് പറയണില്ല വിളിച്ചു പറയാറുണ്ട്. എന്താ ഇവിടെ ആറാട്ട് കഴിഞ്ഞ് മഹാദേവനും പാർവതി സമേതനായി കൊടിമരച്ചോട്ടിൽ എഴുന്നള്ളിയിരിക്കുന്നു, അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ പറ നിറയ്ക്കുവിൻ എന്നൊക്കെയുള്ള ഘോരമായിട്ടുള്ള പ്രസംഗം ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പക്കത്ത് ജനങ്ങൾ അവിടെ ഒരു ശിവൻ വന്നിരിപ്പുണ്ട്, പാർവതിയുടെ കെട്ടിയോളായിട്ടൊരു ശിവനും ഇരിപ്പുണ്ട്, രണ്ടുപേരും ഇരിപ്പുണ്ട്, പോയാൽ ഇപ്പം തന്നെ അനുഗ്രഹം കിട്ടാം. വാസ്തവത്തിലൊരു ക്ഷേത്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ശിവനോ അല്ലെങ്കിൽ ഗണപതിയോ അയ്യപ്പനോ ആണോ പ്രതിഷ്ഠിച്ചേക്കണേ? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്നാ? ശരീരം. അതായത് ആരുടെ ശരീരമാണ് അവിടെ? അതെ, അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠയുടെ ശരീരമല്ല. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അത് നമ്മളെ അവിടെ കാണാനാണ് അതിൻ്റെ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രതിരൂപമാണ് അവിടെ. പ്രതിഷ്ഠ എന്ന് ഇരിക്കുന്നത് ഗുണത്തെയാണ് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള ചിറ്റമ്പലത്തിലൊക്കെ വേറെ ഗുണങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ഗുണങ്ങളെ ഒരു മൂർത്തിഭാവമായിട്ട് വെച്ചേക്കണം മാത്രമേ ഉള്ളൂ അവിടെ. അല്ലാണ്ട് ശിവൻ എന്ന് പറയണത് ഈ നാമരൂപങ്ങൾക്ക് അതീതമായ പരമാത്മാവിനെയാണ് ശിവൻ എന്ന് പറയണത്. അതിനെ രൂപത്തിലോ ഒരു ബിംബത്തിലോ ഒന്നും ഇരിക്കണേയല്ല. അല്ലാണ്ട് പാർവതിയുടെ കെട്ടിയവനൊന്നും അല്ല. ഇത് കൂട്ടുകുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ല. ശരിയാണോ? ഞാനൊരു ദിവസം അവരുടെ ഭാരവാഹികളോട് പറഞ്ഞു, നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു ക്ലാസ് നടത്തിയ കൊള്ളാം എന്ന്. അങ്ങനെ ഒരു ഭാഗവത സപ്താഹം ചേർന്ന് അന്നേരം ആരാന്നേം പറഞ്ഞല്ല, അവരിൽ നിന്ന് കിട്ടിയ മറുപടി ഇവിടെ ആരും അത് കേൾക്കാനുണ്ടാവില്ല, അത് പറഞ്ഞാൽ ആരും വരില്ല എന്ന്. അല്ലല്ല അവരൊന്നും ഞാൻ പേര് പറയണില്ല. ആദ്യം ഇവരാണിത് പഠിക്കണ്ടേ. ഈ ആളുകളെ കൊണ്ടുവരേണ്ട ചുമതല ഈശ്വരൻ്റെ ഇതാണ്. അല്ലല്ലേ, ഈ ആളുകളെ കൊണ്ടുവരേണ്ട ചുമതല ഇവരല്ല, ഈ ഭാരവാഹികളല്ല, അത് ഈശ്വരൻ കൊണ്ടുതന്നെയാണ്. ആദ്യം ഇവർ പഠിക്കണം. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ബിസിനസ്സിൻ്റെ രീതിയാണ് ഇവിടെ. അപ്പോൾ ഒരു കട നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കച്ചവടക്കാരെ ആകർഷിക്കുക, എങ്ങനെ ആകർഷിക്കുക എന്നുള്ള പദ്ധതികളാണ് എപ്പോഴും അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞാനിത് നേരെ പറഞ്ഞല്ല. അപ്പോൾ ഈ ക്ഷേത്രം എന്താണെന്നെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ആധ്യാത്മിക രീതിയിൽ പോയതാണ്. നിനക്കറിയാം, ഞാനും പരബ്രഹ്മത്തിലെത്തിയതാണെന്നും അതല്ല കാര്യം നിനക്കറിയാം. നിനക്ക് സിദ്ധി വന്നു ചേരുകയും അപ്പോൾ അങ്ങനെയുള്ള ഈ ക്ഷേത്ര ചൈതന്യങ്ങളൊക്കെ കാണാൻ വരെ കഴിഞ്ഞിട്ടുള്ളതെന്ന് നിനക്കറിയാം അല്ലേ? ഇവിടെ പൂണൂര് പലർക്കും ചൈതന്യങ്ങളൊക്കെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ കഴിവുള്ളവരുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ നിനക്കറിയാമല്ലേ? അപ്പോൾ ആ ഘട്ടത്തിൽ എന്താണ് ക്ഷേത്രം എന്നിങ്ങനെയുള്ള ഒരു കച്ചവടക്കാർ സ്ഥാപനമല്ല എന്നുള്ളൊരു അറിവ് പോലും അവിടെ കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ക്ഷേത്രം എന്ന് പറയണത് ശരിക്കും അതായത് 3 ഗുണങ്ങളാണ് നമ്മളെ പ്രകാശിച്ചിരിക്കുന്നത്. അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മൾ കുളിച്ച് ശുദ്ധിയാക്കിയപ്പോൾ നല്ല ശുദ്ധമായ ഒരു ഗുണത്തെ ആകുമ്പോഴാണ് അവിടുത്തെ പ്രതിഷ്ഠയും അതാകുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഈ ത്രിഗുണങ്ങളെയാണ് അവിടെ പ്രകാശിച്ചിരിക്കുന്നത്. ത്രിഗുണങ്ങളിലെ നമ്മൾ മനുഷ്യജന്മം സൃഷ്ടിക്കുന്നത് ഏത് ഗുണത്തിലാണെന്നറിയാം ഉണ്ടാവുന്നത്? അല്ലല്ല, മനുഷ്യൻ്റെ ശരീരം കിട്ടണമെങ്കിൽ രജോ ഗുണം വരുമ്പോഴാണ്. താമസ ഗുണത്തിലെത്തുമ്പോഴാണ് മൃഗസൃഷ്ടി ഉണ്ടാവുന്നത്. രജോ ഗുണത്തിലെത്തിയ മനുഷ്യൻ പിറന്നു കഴിയുമ്പോൾ അവൻ്റെ കൂടുതൽ ഭാവവും ഈ താമസ ഗുണത്തിലായിരിക്കും. താമസ ഗുണത്തിൽ എന്ന് പറഞ്ഞാൽ താമസ രീതിയിലുള്ള വൃത്തികെട്ട സംസാരമോ
അല്ലെങ്കിൽ മലിനമായ രീതിയിലുള്ള ഈ മൃഗഭക്ഷണവും മത്സ്യമാംസാദികളും ഇതൊക്കെ ഓരോരുത്തരൊക്കെ അമ്പലത്തിലൊക്കെ പോണത് ഈ മത്സ്യമാംസാദികളെ കഴിച്ചിട്ട് വയറ്റിലൊന്ന് കുളിപ്പിച്ച് വയറ്റ് സാധനം കിടപ്പണ്ടേ ഒന്ന് കുളിപ്പിച്ച് ചുണ്ടും മിനുക്കി വളരെ ഭക്തിയായിട്ടാണ് പോരുന്നത്. അതായത് ഇത് എന്തിനാണ് ഇത് വെച്ചേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വയ്ക്കേ, സമയമൊക്കെ പിന്നെ നോക്കാം, അതവിടെ വയ്ക്കുക. താമസ ഗുണത്തിൽ ഈ രാജസ ഗുണത്തിൽ പിറവിയെടുത്തവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കലിയുഗമായതുകൊണ്ട് താമസ ഗുണത്തിലേക്ക് ആ പോക്ക് മുഴുവൻ ഉണ്ടാകുന്നു. ശരിയല്ലേ? അപ്പം ഈ താമസ ഗുണം വിട്ട് രാജസ ഗുണത്തിൽ നിന്ന് സ്വാത്വിക ഗുണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കുമ്പോൾ സ്വാത്വിക മൂർത്തി ഭാവത്തെ ക്ഷേത്ര ചൈതന്യത്തെ അവിടെ പ്രകാശിപ്പിച്ചിരിക്കും. അത് മനസ്സാണ് അവിടെ ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ പ്രകാശിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് ഏത് ഗുണമാണോ ആ ഗുണത്തിനെ ആസ്പദമാക്കി ഒരു ദേവതാ സങ്കല്പം മാത്രമേ ഉള്ളൂ. ഇത് ആ ഗുണത്തിനൊരു സങ്കല്പ സൃഷ്ടി നടത്തിയിട്ട്, അതായത് ആ ഗുണത്തിൻ്റെ അധിഷ്ഠാന ദേവതയ്ക്ക് എന്തൊക്കെ വേണം, ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പൂജകളാണ് വേണ്ടത്, ഏതൊക്കെ ആ സ്വാത്വിക ചൈതന്യം ഗുണം അവിടെ നിലനിർത്തുമ്പോൾ പുറമേ നിന്നും വരുന്ന ഒരു ഭക്തൻ അവൻ്റെ മനസ്സിലേക്ക് ആ ഗുണങ്ങളെ അങ്ങോട്ട് കടത്തി വിടുക. അതായത് ഈ ഗുണങ്ങളാണ് മനസ്സിനെ പ്രകാശിക്കുന്നത്, അല്ലേ? ഗുണങ്ങളില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ താമസ ഗുണം ചല്ലുഗുണമാണെങ്കിൽ നമ്മൾ തെളിവറിയോ കള്ളു കുടിക്കുകയോ പെണ്ണ് പിടിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും വന്ന് ചേർന്നത് ഈ താമസ ഗുണങ്ങളുടെ പ്രവൃത്തിയാണ്. താമസ ഗുണങ്ങൾ അപ്പോൾ സദ്ഗുണങ്ങളെ പ്രകാശിപ്പിക്കുക മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം. അവിടെ അല്ലാണ്ട് ഒരു ദേവനും ദേവിയിരുന്ന ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഈ പറഞ്ഞ വഴിപാട് കഴിച്ച് അവിടെ കഴിച്ച് ഇവിടെ കഴിച്ച് രോഗം മാറ്റം പിള്ളേരുണ്ടാവും, ഈ പറഞ്ഞ ഒരു കേസും അവിടെ ഉണ്ടാവില്ല. കാരണം കേവലം ഗുണങ്ങളെ മാത്രം അവിടെ പ്രകാശിക്കുന്നത്. ഇതെവിടെ പറയാലോ, നമ്മുടെ മലയാറ്റൂർ ശിവക്ഷേത്രമായിരുന്നു. അതൊരു മത്സ്യമാംസം കഴിച്ച ഒരാൾ പൂജ ചെയ്തതോടുകൂടി അതിൻ്റെ ഗുണം മാറി, അതിപ്പോൾ ശിവനല്ലാതെയായിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ഏത് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ സ്വാത്വിക ഗുണമാണെങ്കിൽ കൃഷ്ണൻ സ്വാത്വിക ഗുണത്തിൽപ്പെട്ടതാണ്, അതേപോലെ സരസ്വതി, അങ്ങനെ ഈ സ്വാത്വിക ഭാവത്തിലിരിക്കുന്ന ആ ഒരു മൂർത്തിയെ സങ്കല്പിച്ച് അവിടെ ഈ പറഞ്ഞ നാമരൂപങ്ങളായ ശിവനും പാർവതി അല്ലെങ്കിൽ കൃഷ്ണനൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. ആ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നാമരൂപങ്ങൾ കൽപ്പിച്ചു മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അങ്ങനല്ലേ? അപ്പം ആ ഗുണങ്ങളെ ഇങ്ങോട്ട് കിട്ടുക, ചെല്ലുന്ന ഭക്തന് ഇങ്ങോട്ട് കിട്ടുക, അതാണ് ക്ഷേത്രപ്രതിഷ്ഠയുടെ ഉദ്ദേശം. അപ്പോൾ എങ്കിൽ തന്നെയും അപ്പോൾ ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ ഈ 6 ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച് വെച്ചാൽ 6-7 ചക്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 6 ചക്രങ്ങൾ, അതായത് നമ്മൾ ഓരോ ചക്രങ്ങളെ ഓരോ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയുള്ള ആ ഘട്ടത്തിലാണ് ഈ ക്ഷേത്രപ്രതിഷ്ഠയും വെച്ചേക്കുന്നത്. അത് ഓരോന്ന് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. ഈ ചക്രത്തിൽ ശിരസിൽ വരുന്നതാണ് ഈ ആജ്ഞാചക്രഭാവത്തിൽ, അതിൽ നിന്നാണ് ഈ ഗുണങ്ങളെ വരുന്നത്. നമ്മൾ തൊഴാൻ ചെല്ലുന്ന ആ ഭക്തനിലേക്ക് ആ ഗുണങ്ങൾ വരുന്നത്. ആ ഗുണങ്ങളെ ഇങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട്, കാരണം ഈ ഈശ്വരൻ എന്ന് പറയുന്നത് നിർഗുണനാണ്, അല്ലേ? ഈശ്വരൻ്റെ നാമമുണ്ടോ? ഈശ്വരൻ്റെ എന്നത് ഡിഫൈൻ നാമമുണ്ടോ? അപ്പം നാമരൂപങ്ങൾക്ക് അതീതനാണ്. പിന്നെ ഗുണോ? അപ്പം ഈ നിർഗുണത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ജനിച്ചേക്കണേ എവിടെയാ? രാജസ ഗുണത്തിലാണ്. പക്ഷേ ജനിച്ചുകൊണ്ട് പ്രവൃത്തി സ്വഭാവദോഷം കൊണ്ട് നമ്മൾ താമസ ഗുണത്തിലെ മാംസഭക്ഷണവും അതിനുള്ള സംസാര രീതിയും അതിനുള്ള ജീവിത രീതിയും വെച്ച് നമ്മൾ താമസ ഗുണത്തിലേക്ക് പോയിരുന്ന ജീവനെ ഈ ക്ഷേത്രഭക്തികൾ കൊണ്ട് നമ്മളെ രാജസ ഗുണങ്ങളെ വിട്ട് സ്വാത്വിക ഗുണത്തിലേക്ക് എത്തിച്ചേരണം. അവിടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുരോഗമിച്ച് അത് സത്സംഗങ്ങളിലൂടെ മാത്രമാണ് അത് പോകാൻ പറ്റുള്ളൂ. അതിന് സത്സംഗം അവിടെ വേണം. അത് 2 വാക്ക് നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ യാദൃച്ഛികമായി കിട്ടുന്നൊരു വാക്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം തവി. ഞാനും നീയൊക്കെ അങ്ങനെ തന്നെയാണ് പോയത്. നമുക്ക് എവിടുന്ന ഈ ആത്മജ്ഞാനം കിട്ടിയത്? അപ്പോൾ എനിക്ക് ജ്ഞാനം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പ് നിനക്ക് അറിയിപ്പ് കിട്ടി? എനിക്ക് എനിക്ക് ജ്ഞാനം കിട്ടുന്നുള്ള അറിയിപ്പ് നിനക്കൊന്ന് കിട്ടി. അപ്പോൾ ഒരു വർഷം മുമ്പ് 2 വർഷം മുമ്പ് തന്നെ ഈ ആത്മജ്ഞാനം, ഈ അതീന്ദ്രിയ ജ്ഞാനം കിട്ടുന്നുള്ള അറിയിപ്പ് നിനക്ക് തന്നെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് നിനക്ക് സിദ്ധി ചേർന്ന് വന്ന പിന്നെ അന്നാണ് നിനക്ക് ജ്ഞാനം കിട്ടിയത്. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനന്ന് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യങ്ങൾക്ക് 2014 ഏപ്രിൽ 15 ചൈതന്യങ്ങൾ നാശം സംഭവിച്ചതുകൊണ്ടാണ്
അവിടെ ഈ ബ്രഹ്മസ്ഥാനമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ പൂണൂരമ്പലത്തിൽ പോയിരുന്ന് ഈ കച്ചവടമൊക്കെ ചെയ്തത്. എന്തിനാ? ആ ഗുണങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ അവിടെ പാട്ട വലിക്കുന്ന ടീമുകളൊക്കെ നമുക്കിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ്. അതെന്തെങ്കിലും ആട്ടെ. അപ്പം ഈ ഗുണങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രകാശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങൾ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താ തന്നെയോ, ഈ ഗുണങ്ങൾ എല്ലാ സമയത്തും നമുക്ക് നിലനിർത്താൻ കഴിയില്ല. കാരണം ഈ ജീവിതത്തിൽ ഘട്ടത്തിൽ ഇവിടുന്ന് പോണവരൊക്കെ എന്താ ചെയ്യണേ? സ്വാത്തി ഗുണം മാത്രമാണ് ഇരിക്കണേ. അവർ ഇറച്ചി മീനും ഒക്കെ മേടിച്ച് വെച്ചിട്ട് അവിടെ പോണേ. ആ ഗുണങ്ങൾ എത്ര നേരം അന്നേരം നേരം ഉണ്ടോ അത്ര നേരം ആ ഗുണം കൊണ്ട് കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശിവനും വരില്ല, ഒരു പാർവതിയും വരില്ല. പിന്നെ അവിടെ വരുന്നതെന്നാ? ചുറ്റമ്പലത്തിൽ വെച്ചേക്കുന്നു താമസ ഗുണങ്ങൾ. രാജസ, താമസ, രക്ഷസ് പോലെയുള്ള ഗുണങ്ങളാണ് അവിടെ പിന്നെ ബാധാരൂപത്തിൽ വരുന്നത്. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇവർ ഈ ഈശ്വരനെ ഭജിക്കുകയും ചെയ്യും. ഈ താമസ ഗുണം വന്ന് ഈ ബാധാരൂപത്തിൽ വന്ന് ഇവർക്ക് എന്താ സംഭവിക്കണേ? പ്രഷർ, ഷുഗർ, അതിൽ മെയിനായിട്ടുണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള. ഇവർ ഓരോരുത്തർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ രോഗങ്ങളെ സൃഷ്ടിച്ചു വരുവാണ്. കാരണം ആ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗുണങ്ങൾ നിലനിന്നാൽ മാത്രമേ ഇതിൽ പ്രയോജനമുള്ളൂ. ഇത് താമസ ഗുണത്തിൽ വന്നിട്ട് ഇച്ചിരി നേരം അവിടെ വന്ന് മുഖം കാണിച്ചിട്ട് അവിടെയല്ല ഈശ്വരൻ. അവിടെ ഗുണങ്ങളിലൂടെ എത്തി നമ്മളെ ശുദ്ധീകരിച്ചെങ്കിലാണ് നിർഗുണത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതായത് സദ്ഗുണത്തിലെത്തിയാൽ മാത്രമേ, അതായത് രാജസ ഗുണത്തെ വിട്ട് താമസ ഗുണത്തിലിരിക്കുന്ന ജീവൻ രാജസ ഗുണത്തിലെത്തി സ്വാത്തി ഗുണത്തിലെത്തണം. സ്വാത്തി ഗുണത്തിലെത്തി കഴിയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നാരായണ സ്വരൂപം അല്ലെങ്കിൽ സ്വാത്തി ഗുണമായ ഏത് പരമാത്മാവിയാണ്, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, അതിനെ നമുക്ക് എല്ലാ തലത്തിലും ഓരോ ജീവജാലങ്ങളിലും ദർശിക്കാൻ കഴിയും. നീ കണ്ടിട്ടില്ലേ ഞാൻ പട്ടിയെ പോലും വീണ് നമസ്കരിക്കണേ? അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അന്ന് അറിയാൻ പാടില്ലായിരുന്നു അന്ന് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിന്നെയൊക്കെ നാരായണ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം നാരായണനാണെന്ന് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതും പൂർത്തിയല്ല. ഈ സൃഷ്ടി മുഴുവനും ഈ സ്വാത്യ ഗുണത്തിൽ എത്തിയ ശേഷം മാത്രമേ നിർഗുണത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ശരിയാണോ? കാരണം താമസ രാജസ ഗുണങ്ങളൊരു സാത്വിക ഗുണങ്ങളെ ചവിട്ടിക്കൊണ്ട് വേണം, മനസ്സിലാണോ? സ്വാത്വിക ഗുണത്തിൽ തട്ടിട്ട് വേണം നിർഗുണത്തിലേക്ക് എത്താൻ. അപ്പം അതിനുള്ള ഒരു മാർഗം മാത്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ഈ പറഞ്ഞ യാതൊരു കാര്യവും അവിടെ നടക്കാൻ പറ്റില്ല. യാതൊരു കാര്യവും അതുകൊണ്ടില്ല. ഇപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കച്ചവടത്തിൻ്റെ രീതിയാണ്. കണ്ണ് ചികിത്സിക്കും, അവിടുത്തെ ചികിത്സിക്കും. ഇത് ധന്വന്തിരിയായിട്ടിരിക്കണവൻ അവിടെ അത് മാറിക്കൊള്ളണം. അല്ലാണ്ട് അതിന് ഉപാധിയായിട്ട് ഇവിടെ ഡോക്ടർമാരെ വിളിച്ച് വാസനയായി ഇവിടെ കൊണ്ടുവരണേ. വാസനകളെ കൊണ്ടുവന്നിട്ട് ചികിത്സിക്കുകയല്ല അതിൻ്റെ ചെയ്യേണ്ടത്. അതിനൊക്കെ അതിൻ്റേതായിട്ട് നിയമരീതികളൊക്കെ ഉണ്ട്. അതിനൊരു ബഹുമാനം, ആ ചൈതന്യത്തിനൊരു ബഹുമാനം കൊടുക്കണം. കാരണം ഈ ക്ഷേത്രത്തിന് ഒരു കഴിവില്ലാത്തത്, അല്ലെങ്കിൽ അവിടുത്തെ ചൈതന്യത്തിന് ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ കാര്യം അന്വേഷിച്ചു പോണത്, അല്ലേ? അങ്ങനെ ഒരു ബോധ്യം അവിടെ വരിക. അതറിവ് ഇവർ കാരണം ഈ കച്ചവടക്കാരുള്ളവരാണ് അവിടെ ഇത് ഞാൻ കുറ്റം പറഞ്ഞല്ല അവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ കച്ചവടം നടത്തി കുറച്ച് സിമെൻറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് കണ്ട ബിംബങ്ങളും അതുപോലെ പൊളിച്ചുപണികളും കൊട്ടാരങ്ങളും ഒക്കെ നിർമ്മിക്കുക, അതിൽ നിന്നുകൊണ്ട് വരുമാനം കിട്ടുക, ഈ ഒരു ലക്ഷ്യം. അത് കാരണം അവരുടെ ജീവിതം അങ്ങനെ ഒരു വ്യാവസായികമായ ജീവിതമായത് കൊണ്ടാണ് അങ്ങനെ വന്നേക്കണേ. അല്ലാണ്ട് ഇത് ആധ്യാത്മികമായിട്ട് ഒരു അറിവുള്ളവർ ഈ കൂട്ടത്തിലില്ല. കാരണം ബ്രഹ്മജ്ഞാനമുള്ളവരില്ല, ഉണ്ടോ? ആ ബ്രഹ്മജ്ഞാനമുള്ളവർ ഒരാളെങ്കിലും ഈ കമ്മിറ്റിയിലോ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഒരു ബിസിനസ് പുരോഗമിക്കാം എന്നുള്ള ചിന്തയിലിരിക്കുന്നവരാണ് അവരുടെ അടുത്തുള്ളവരൊക്കെ. ഞാൻ ആരും കുറ്റം പറഞ്ഞല്ല, ഇത് സ്വാഭാവികം, ഇത് സത്യമായ കാര്യമാണ്, അല്ലേ? അപ്പം അതിന് മാറ്റം വന്ന വെച്ചാൽ 2014 ഏപ്രിൽ 10 ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ചൈതന്യങ്ങളും നഷ്ടപ്പെട്ടു വന്നു, ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഗുരുവായൂർ ചൈതന്യം മുതൽ പൂണൂർ ചൈതന്യം വരെ ഒക്കെ നമ്മൾ നഷ്ടപ്പെട്ട കാര്യം നമുക്കറിയാൻ പറ്റിയില്ലേ? അതുപോലെ നിനക്ക് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അന്ന് ഞാൻ മൗനമായി പോയത്. അല്ലാണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചായിരുന്നോ? നീ പറ. പക്ഷേ അതിൽ ഒരിക്കലും പക്ഷേ എനിക്കൊരു മെച്ചം എന്നെ ഭ്രാന്താന്ന് വിളിച്ചോട്ടെ. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭ്രാന്തിൻ്റെ വർത്തമാനമെന്ന് കേട്ടുകൊട്ടെ. എനിക്കത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2014 ഏപ്രിൽ മാസത്തിന് മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൂടെ പോയാൽ അത് വിജയിക്കും. ഇപ്പോൾ ഇവിടെ സത്സംഗങ്ങളുടെ ഈ പരമാത്മാവിൻ്റെ
ഒരു ചൈതന്യത്തെ അവിടെ ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഇല്ല. അവിടെ കച്ചവട മനോഭാവം അവരുടെ അതായത് അവിടുത്തെ സത്സംഗം വെക്കണമെങ്കിൽ ഇതിൻ്റെ ഗുണം എന്നാന്ന് ആദ്യം അവർ പഠിക്കണം. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേൾക്കാൻ ആരും വരില്ലെന്ന്. അതോട്ടെ ഇവിടെ കേൾക്കാൻ ആരും വരില്ലെന്ന്. അതൊരു കേൾക്കാൻ ആരും വരില്ലെന്ന് പറഞ്ഞാൽ ഇത് ഇവർ കേൾക്കണം. ഈ ഭാരവാഹികളാണ് ആദ്യം കേൾക്കേണ്ടത്. ഇവരാദ്യം കേൾക്കി ആത്മീയ തത്വം. ഹിന്ദുവിൻ്റെ ഈശ്വരൻ ഇപ്പം അവിടെ അമ്പലത്തിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അവിടെ ഭാരവാഹികളുണ്ട്. ഹിന്ദുവിൻ്റെ ഈശ്വരൻ ആര് പറയും ഹിന്ദുവിൻ്റെ ഈശ്വരനായിരുന്നു? ഈ ശിവപുരാണം മുതൽ മഹാഭാഗവതം മുതൽ ഭാരതത്തിലൊക്കെ ഹിന്ദുവിൻ്റെ ഈശ്വരൻ പറഞ്ഞേക്കണേ ആരാ? നീ എന്ന് പറഞ്ഞ ഏതാ ഹിന്ദുവിൻ്റെ ഈശ്വരൻ? അല്ല, ഹിന്ദുവിൻ്റെ ഈശ്വരൻ ബ്രഹ്മമാണ്. ശിവപുരാണം എടുത്ത് നോക്കൂ. ഞാനിപ്പോൾ പൂണൂരമ്പലം ശിവനാന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഏത് ഭാരവാഹികളെ പറയണേ? ഒരു ക്ഷേത്രത്തിൽ ഇത്രയും ഭാരവാഹികളുണ്ട്, ഇത്രയും പക്കത്ത് ജനങ്ങൾ വന്നു പോണേ. ഒരു ആൾക്ക് പോലും ഹിന്ദുവിൻ്റെ ഈശ്വരൻ ആരാന്ന് തത്വം കൊടുക്കാത്ത ഒരു ക്ഷേത്രം കൊണ്ടൊക്കെ എന്ത് കാര്യം ഞാൻ ചോദിക്കണത്? ഇപ്പം നീ ഇവിടെ സഞ്ചരിച്ചു, നീ വലിയ അമ്പലവാസികളെ കിട്ടിയ നിനക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? കഴിഞ്ഞില്ല. ഇനിയാണെങ്കിലും അത് വ്യക്തമായിട്ട് ശിവപുരാണം എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഭാഗവതം എടുത്ത് നോക്കൂ. അതുകൊണ്ട് അതുപോലെ തരാം. അത് നോക്കൂ, ഭാഗവതം എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് അത് ഭാഗവതത്തിൽ അമ്പലത്തിൽ പോകണമെന്നാണോ പറഞ്ഞേക്കണത്? ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ഈശ്വരനിലേക്ക് കടക്കുവാനുള്ള ആദ്യത്തെ പടി മാത്രമാണ്. ശരിയാണോ? അത് ആദ്യം പുറമേ നിന്നുള്ള ഈശ്വരനെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ആദ്യമേ തന്നെ കാണുന്നതാണ്. അതൊന്നും സ്ഥായിയായിട്ടുള്ള കാര്യമല്ല. അതിനെ കളയാണ്ട് ആർക്കും പദ്ധതി കിട്ടില്ല. നമ്മളോടൊപ്പം അന്ന് ഈ അമ്പലത്തിൽ പോയവർ ഇപ്പോഴും അവിടെ ശിവ എന്നും പറഞ്ഞ് കൊട്ടിയടിച്ച് ചെവിയും കുത്തി തലയും കുത്തി അവിടെ നല്ല നടക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ശോധനം പോലും പുരോഗതിക്ക് ശ്രമിച്ചിട്ടില്ല. അതാരാ നീ പറയണ്ട, നീ പേര് പറയണ്ട. ഇവിടെ അങ്ങനെയുള്ള ഭക്തികളേ ഉള്ളൂ, ഭക്തന്മാരെ ഇവിടെ ഉള്ളൂ. അതാണ് ഒരു ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ നാടിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വരുമാനം എന്തെങ്കിലുമൊക്കെ ചിലവാക്കണം. അല്ലാണ്ട് ഇവിടെ ക്ഷേത്രങ്ങൾ പുരോഗമിച്ച് ബിംബങ്ങളും പല സ്ഥലങ്ങളും പ്രതിഷ്ഠിച്ച് അതങ്ങോട്ട് പുരോഗമിച്ച് പോവുകയല്ലാതെ ആ നാടിന് ഇപ്പോഴും വേണ്ട ഒരു റോഡ് പണിത് പകുതിയല്ലേ റോഡുള്ളൂ. അതുപോലും ഈ ക്ഷേത്രത്തിൻ്റെ പേരും അമ്പലത്തിൻ്റെ അത്ര നാളെ അമ്പലത്തിൻ്റെ റോഡായിരുന്നു. അതുപോലും ഭംഗിയാക്കി നിർവഹിക്കാൻ അതിൻ്റെ ഒരു ഞാൻ പൈസ കൊടുക്കാറുണ്ട്. ആ ബാക്കിയത്തെ പണി ഞാൻ ചെയ്തു കൊടുത്തേനെ. അതുപോലും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ മൂർത്തിയായിട്ടിരിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം ഇരിക്കുന്നത് ആരുടെയും ഒരു മതത്തിൻ്റെയോ അല്ല, ആ സർവ്വജീവിതത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ക്ഷേത്രത്തിനോ ഒരു പള്ളികൾക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാലയം മാത്രം ഒരു അതിൻ്റെ ഉത്തരവാദിത്വം അവിടെയുള്ള ക്ഷേത്രത്തിനുണ്ടായിരിക്കണം. അതിനനുയോജ്യമായ ഭാരവാഹികളായിരിക്കണം. അല്ലാണ്ട് ഈ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കുറച്ച് മണ്ഡപം പണിതാലോ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പം അയ്യപ്പൻ അപ്പുറയാണ്, ഈ വല്ലവരും വന്ന് പറയും പിന്നെ ഇപ്പറയാണ്, ഇങ്ങനെ ചാഞ്ചാടി കളിച്ച് ഇതൊന്നും ഒരു കാര്യമുണ്ടോ? ഇവിടെ അയ്യപ്പനും ഇല്ല ശിവനും ഇല്ല, കേവലം ഗുണങ്ങളെ മാത്രം അവിടെ പ്രകാശിച്ചിരിക്കുന്നത്. ആ ഗുണങ്ങളിലെ ദുർഗുണങ്ങൾ വന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇവർ വിശ്വസിക്കുന്നത് ഇത് അവിടെയാണ് അയ്യപ്പൻ ഇവിടെയാണ് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് പറയാനുള്ള യോഗ്യതയുണ്ട്. എന്നെ നിയോഗിച്ചേക്കണേ. ശരിയാണോ? നീ പറ, നീ ചോദിച്ചേക്കണല്ലേ? അപ്പോൾ അതിനാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ ഇനിയെങ്കിലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് സത്സംഗമാണ് ക്ഷേത്രത്തിന് ആവശ്യം. അല്ലാണ്ട് ടൂറ് പോക്കോ ഇവിടെയൊക്കെ നാളെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഞങ്ങൾ ടൂറ് പോകാമെന്ന് ഇവർ പറഞ്ഞു. ഇവിടെയുള്ള പലരും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറ് പോകാമെന്ന്. പേര് വേണമെങ്കിൽ പറയാം ടൂറ് പോകാമെന്ന്. അമ്പലത്തിലേക്ക് ടൂറാണ് പോണേ. നാലമ്പലം പോയതല്ല, പളനിക്ക് പോയിപ്പോ ടൂറ് പോയതാന്ന്. ഞങ്ങൾ ടൂറ് പോയതാന്ന്. അപ്പം ഈ ടൂറ് പോക്കാണോ ഏത് രീതിയിലാണോ വരുമാനം കണ്ടിരുന്നത് അതേപോലെ ഇവർ വലിയ കാര്യമായിട്ട് പൊക്കി പറയണ്ട്. ഞാൻ എന്താ പറയണത്, അമ്പലത്തിൻ്റെ അന്ന് ഉത്സവത്തിന് നാട് നീളെ പിരിച്ചെടുത്ത് കൊണ്ടുവന്ന് അന്നദാന സദ്യ. അതങ്ങനെയല്ല, അമ്പലത്തിന് സ്വമനസാൽ ചെന്ന് അവിടെ കൊടുക്കണതാണ്. അല്ലാണ്ട് ഇത് പിച്ച തെണ്ടി അവിടെ കൊടുക്കേണ്ടത് ഒരു വല്ല ആവശ്യം. എന്നിട്ട് അന്നദാനം എന്ന് പറയുന്ന കാര്യം എന്നാ? അന്നദാനം എന്ന് പറയണത് അവിടെ വന്ന ഭക്തജനങ്ങൾ സ്വമനസാലെ തന്നത്. ഇത് ആർക്കും അറിയാൻ പാടില്ലാത്ത വലിയ മഹത്തായ കാര്യങ്ങളൊന്നുമല്ല. ഇത് വെറും പിച്ചാടനായി പോയില്ലേ?
അപ്പോൾ ആ ക്ഷേത്ര ചൈതന്യം പിച്ച തെണ്ടുക. അവിടെ പോണതാരാ? ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ചൈതന്യമാണ് എനിക്കിത്. അപ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയായിരിക്കും, അത് കൊടുക്കണ വീട്ടിൽ. അവരെ പിന്നെ ശിവനെ കൊടുക്കണേയല്ലേ അവരുടെ മനോഭാവം. അവർ 10 കിലോ അരി മേടിച്ചിട്ട് ചിലപ്പോൾ കടം മേടിച്ചായിരിക്കും ഇവർ കൊടുക്കണത്. എന്നിട്ട് അവർ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെയും കൂടെ കണ്ണിപ്പികളെ ഇതിൽ കിട്ടിയിട്ട് വേണോ? എൻ്റെ ചോദ്യം അതാണ്. ഇത് പറയുമ്പോൾ ആർക്കും വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കണം. ആരെങ്കിലും ഈ ആത്മീയ തത്വമുള്ളവർ ഇതിൻ്റെ കൂടെ ഭാരവാഹികളുടെ കൂടെ ഉപദേഷ്ടാവായിട്ടെങ്കിലും നിന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനത്തെ എത്ര മാത്രം ക്ഷേത്രങ്ങളുണ്ടെന്നറിയാമോ? എത്ര ക്ഷേത്രങ്ങളുണ്ട്? ഇതുപോലെ കച്ചവട മനോഭാവത്തിലിരിക്കുന്നവർ അവരുടെ രീതി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെരുമ്പാവൂര് ശ്രീധർമ്മശാസ്ത്രത്തിൽ ഇഷ്ടംപോലെ സത്സംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാതൃകയാണ്, മാതൃകയാണ്. പക്ഷെ ഇതല്ല ഇവരുടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവര് പറഞ്ഞറിയോ, ഇവര് കേൾക്കാനായി ഇവരെ കൊണ്ട് ഇതിന്റെ കേൾക്കാൻ കൊണ്ടുവെടുക്കണ ഇവരാണ്. ഇവര് അമ്പലത്തിൽ നടത്തിയപ്പോഴും ഇത് കച്ചവടസ്ഥാനം ആകർഷിക്കാൻ വല്ല പരിപാടിയാണോ അത്? ഇങ്ങനെ സത്സംഗങ്ങൾ പോലും ഇല്ലാത്ത ഒരു ക്ഷേത്രം. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ ക്ഷേത്രാതീതമായിട്ട് ചൈതന്യത്തിലേക്ക് മാറിയതുകൊണ്ട് എന്തിന് ക്ഷേത്രം വേണം? ഈ കാര്യങ്ങളെയൊക്കെ അറിയിച്ചു കൊടുക്കാനുള്ളൊരു വേദിയാണ് ക്ഷേത്രം. അല്ലാണ്ട് ഇവിടെ കച്ചവടം നടത്താനാണ് ഇഷ്ടം പോലെ കച്ചവടം ചെയ്യാം. കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഒരു കണക്കിന്. അവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഒരു കച്ചവട സ്ഥാപനം അല്ല വേണ്ടത്, അത് നാടിന് പുരോഗമിക്കുള്ള ഒരു എന്തായിരിക്കണം, ഒരു സാൻമാർഗിക സ്ഥലമായിരിക്കണം. അമ്പലം കുഞ്ഞിതായിക്കോട്ടെ, അതിൻ്റെ പ്രകാശം ഈ ഇവിടെ എല്ലാം നിറഞ്ഞേക്കണേ. ഇത് വെറുതായിക്കോട്ടെ, അവിടെയുള്ളത് സത്സംഗമായിരിക്കണം. ഓരോ പ്രവൃത്തിയും സത്സംഗത്തിലൂടെയാണ്. അവന് ആത്മജ്ഞാനം കൊടുക്കുവാനാണ് ക്ഷേത്രം ഉണ്ടായിരിക്കണേ. അല്ലാണ്ട് ഇവിടെ മക്കളെ ഉണ്ടാക്കാനോ ആര് അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ 21 മിനിറ്റായി. ഇത്ര ഉള്ളൊരു വീഡിയോ എങ്കിലും പറയാണ്ട് എനിക്കിപ്പോൾ അറിയിപ്പ് കിട്ടി. അതുകൊണ്ടേ പറയാം. കാരണം ഇതെങ്കിലും ഇനിയെങ്കിലും ഒരു വീഡിയോ അയക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ വേണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ. കാരണം ഈ പറഞ്ഞ വേറെ ഈ വിഗ്രഹാരാധനയുടെ ജനങ്ങൾ പലരും ചോദിക്കാൻ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ താമസ ഗുണത്തിലിരിക്കുമ്പോൾ അവരുടെ നമ്മുടെ മരണസമയത്ത് ഈ വിഗ്രഹചൈതന്യമൊന്നും വരില്ല. അമ്പലത്തിൽ പോകണമെങ്കിൽ കുളിക്കണം, ശുദ്ധിയാവണം. അല്ലതെ ശുദ്ധിയാവണം. മത്സ്യമാംസാദികളൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ മലമൂത്ര വിസർജനാദികളെ കൊണ്ട് കിടക്കുമ്പോൾ ഈ ഗുണങ്ങളെയാണ് ഇവർ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്നത് ആരാ? നീ എന്നാ പറ? ദുർദേവതകൾ വന്ന് ഈ ജീവനെ എവിടെ കൊണ്ടുപോകും? മൃഗജന്മത്തിലേക്ക് കയറ്റിവിടുള്ളൂ. അല്ലാതെ ക്ഷേത്രഭക്തിയിലാവാം. അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ കിടന്ന് ജനിക്കാം, അവിടെ കിടന്ന് മരിക്കരുതെന്ന്. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ഒന്ന് അതിലൂടെ ചെന്ന് ഇതല്ല യഥാർത്ഥ സത്യമെന്ന് കണ്ട് മുകളിലേക്ക് കയറിപ്പോണം. എവിടുന്ന്? അവിടുത്തെ സത്സംഗം കിട്ടുന്ന ജ്ഞാനം കൊണ്ട് ആ ആത്മാവിലേക്ക് എത്തിച്ചേരുക. അതാണ് വേണ്ടത്. അതിനുള്ളൊരു വേദിയാവണം ക്ഷേത്രങ്ങൾ. അല്ലാണ്ട് ഒരു നാടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതായിരിക്കണം. അല്ലാണ്ട് ക്ഷേത്രത്തിനെ ബേസ് ചെയ്ത് ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ബേസ് ചെയ്തായിരിക്കരുത്. ഇവിടെ രാജവീതികളൊന്നും ഇവിടെ ആവശ്യമില്ല. അങ്ങനെയാണ് ഇപ്പം ശബരിമലയ്ക്കൊക്കെ ഇടുങ്ങിയ രാജവീതി പണിയുള്ളൂ. ഏറ്റവും ഇടുങ്ങിയ വഴിയാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോകേണ്ടത്. അങ്ങനെ സഞ്ചരിച്ച് വേണം ചെല്ലാൻ. അല്ലാണ്ട് സ്വാർത്ഥ രീതിയിലുള്ള കച്ചവട സ്ഥാപനം പോലെ ആവരുത് ക്ഷേത്ര പ്രവൃത്തികൾ. വേണമെങ്കിൽ കേൾക്കുക. ഇവിടെ എനിക്കൊരു ചുക്കൂല. അത് കേട്ടാലും കേട്ടില്ലേലും വേണമെങ്കിൽ കേൾക്കുക, അത്രേ ഉള്ളൂ.